റമദാനിൽ മക്കയിലേക്കുള്ള പ്രവേശനം 6 പ്രധാന റോഡുകളിലൂടെ പരിമിതപ്പെടുത്തി. പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ റോഡ്, മദീന റോഡ്, പഴയ ജിദ്ദ റോഡ്, അൽലിത്ത്, അൽഹദ, അൽസൈൽ എന്നീ വഴികളിലൂടെയാണ് വാഹനങ്ങൾ പ്രവേശിക്കേണ്ടത്. സ്വന്തം വാഹനങ്ങളിൽ ഇഹ്റാമിലെത്തുന്നവർക്കായി 5 പാർക്കിംഗ് കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അൽസൈദി, അൽ ലൈത്ത്, നവാരിയ, ഷറായി, അൽഹദ എന്നിവിടങ്ങളിലെ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ മാറ്റിയ ശേഷം തീർത്ഥാടകർക്ക് ബസ് മാർഗം ഹറമിലേക്ക് പോകാം. സെൻട്രൽ ഏരിയയിലെ തിരക്കൊഴിവാക്കാൻ കുദായി, റുസൈഫ, അസീസിയ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് 8 പ്രത്യേക ബസ് റൂട്ടുകളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. റമദാൻ തുടങ്ങിയതോടെ UAE-യിൽ ഉടനീളം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. കൃത്യമായ മുന്നറിയിപ്പുകളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും ഗതാഗതക്കുരുക്ക് അഴിക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. UAE-യിൽ റമദാനിൽ ഉച്ചയ്ക്ക് ശേഷം ഗതാഗതക്കുരുക്കുണ്ടാകുന്നത് സാധാരണമാണ്. സ്കൂളുകൾ നേരത്തെ വിടുന്നതും ചുരുക്കിയ ജോലി സമയവുമെല്ലാമാണ് ഇതിന് കാരണം. രാവിലെ 10 മണിവരെയുള്ള തിരക്ക് കഴിഞ്ഞാൽ വീണ്ടും ഉച്ചയ്ക്ക് 2 മണിയോടെ റോഡുകളിൽ തിരക്കേറും. ഷാർജ, ദുബായ്, അബുദാബി റോഡുകളിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങുന്നുണ്ട്. ഇത്തിഹാദ് റോഡ്, അൽവഹദ സ്ട്രീറ്റ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലെ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ, മലീഹ സ്ട്രീറ്റ്, എമിറേറ്റ്സ് റോഡ് എന്നിവിടങ്ങളിൽ വൻ തിരക്കാണ്. 4 മണി കഴിയുന്നതോടെ തിരക്ക് വീണ്ടും വർദ്ധിക്കും. റമദാനിൽ വൈകുന്നേരങ്ങളിൽ റോഡ് അപകടങ്ങൾ കൂടുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. നിർജ്ജലനീകരണവും കുറഞ്ഞ രക്തസമ്മർദ്ദവും ഡ്രൈവർമാരുടെ ഏകാഗ്രതയെ ബാധിക്കുന്നതാണ് അപകട കാരണം. അപകടങ്ങൾ തടയാൻ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളതായി ദുബായ് പോലീസ് അറിയിച്ചു. ഇഫ്താർ സമയത്തിന് മുൻപുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം, മുൻകൂട്ടി യാത്ര തുടങ്ങണം, സീറ്റ് ബെൽറ്റ് ധരിക്കണം, തൊട്ടടുത്ത വാഹനവുമായി കൃത്യമായി അകലം പാലിക്കണം തുടങ്ങിയ പൊതുനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 24 ദുബായ്. റമദാനിൽ 80 ലക്ഷം പേരിലേക്ക് ഭക്ഷണം എത്തിക്കാൻ വിപുലമായ പദ്ധതികളുമായി UAE ഫുഡ് ബാങ്ക്. 5 പദ്ധതികൾ ചേർത്താണ് ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്ന് ഭക്ഷണം ശേഖരിച്ച് ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. ബാങ്ക് ഓഫ് ഗുഡ്നസ് ഇൻ ദി മന്ത് ഓഫ് ഗിവിംഗ് എന്ന പേരിലാണ് ക്യാമ്പയിൻ നടക്കുക. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിന്റെ ഭാര്യ ഷെയ്ഖ ഹിന്ദ് ബിൻ മക്തൂം ബിൻ ജുമാ അൽ മക്തൂമിന്റെ ആഹ്വാനപ്രകാരമാണ് ക്യാമ്പയിൻ. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സിന്റെ ഭാഗമായി 80 ലക്ഷം പേരിലേക്ക് ഭക്ഷണം എത്തിക്കും. UAE-യിലും പുറത്തും ക്യാമ്പയിൻ വ്യാപിപ്പിക്കാനാണ് നീക്കം. ഭക്ഷണം പാഴാക്കുന്നത് കുറയ്ക്കുന്നതിനൊപ്പം സുസ്ഥിര മാനുഷിക സംവിധാനം ഉണ്ടാക്കുകയും കൂടിയാണ് ലക്ഷ്യം. സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വോളണ്ടിയർമാർ ഭക്ഷണം കളക്ട് ചെയ്യും. റെസിഡൻഷ്യൽ ഏരിയകളിൽ ഇതിനായി ചാരിറ്റി ഫ്രിഡ്ജ് സ്ഥാപിക്കും. ഇഫ്താറിനും പുലർച്ചെയുള്ള ഇടയത്താഴത്തിനും ശേഷം ബാക്കി വരുന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ വയ്ക്കാം. മൈ ഹോം വിത്തൌട്ട് വേസ്റ്റ് പദ്ധതിയും ഇതിനൊപ്പം നടപ്പിലാക്കും. മീൽ അൽ ഖൈർ എന്ന പേരിൽ കുടുംബങ്ങൾക്ക് ഫുഡ് പാക്കറ്റുകൾ സംഭാവന ചെയ്യാം. സബീൽ പാർക്കിൽ കമ്മ്യൂണിറ്റി ഇഫ്താർ നടത്താനും തീരുമാനമായി. റീസൈക്കിൾ റീലൈഫ് എന്ന പേരിൽ ഹോട്ടലുകളിൽ നിന്ന് ബാക്കി വരുന്ന ഭക്ഷണം സമാഹരിച്ച് വിതരണം ചെയ്യും. ഭക്ഷണം പാഴാക്കാതിരിക്കാൻ പ്രത്യേക ക്യാമ്പയിനും നടത്തും. മാനുഷിക പ്രവർത്തനങ്ങളിൽ UAE-യുടെയും ദുബായിയുടെയും നിലപാടും സ്ഥാനവും എടുത്തുകാട്ടുന്നതാണ് പദ്ധതിയെന്ന് ഷെയ്ഖ ഹിന്ദ് ബിൻ മക്തൂം ബിൻ ജുമാ അൽ മക്തൂം പറഞ്ഞു. 24 ദുബായ്. ഉംറ തീർത്ഥാടകർ പ്രതിരോധ കുത്തിവയ്പ് നടത്തണമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. പകർച്ചവ്യാധിയായ മെനിഞ്ചൈറ്റിസിനെതിരെയുള്ള വാക്സിനാണ് എടുക്കേണ്ടത്. ഉംറ യാത്രയ്ക്ക് 10 ദിവസം മുമ്പെങ്കിലും പ്രതിരോധ വാക്സിൻ എടുക്കണം. 5 വർഷത്തേക്ക് പ്രതിരോധ ശേഷി നൽകുന്നതാണ് ഈ വാക്സിൻ. കഴിഞ്ഞ 5 വർഷത്തിനിടെ കുത്തിവയ്പ്പെടുത്തവർ പുതുതായി വാക്സിൻ എടുക്കേണ്ടതില്ല. തിരക്കേറിയ സാഹചര്യങ്ങളിൽ രോഗം പടരുന്നത് തടയാൻ ഓരോ തീർത്ഥാടകനും വാക്സിൻ എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആരോഗ്യ മന്ത്രാലയത്തിന്റെ സിഹത്തി ആപ്പ് വഴി വാക്സിനായി സമയം ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇറാനെതിരെയുള്ള സൈനിക നീക്കം തള്ളാതെ അമേരിക്ക. ഈ ആഴ്ച അവസാനം ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ നീക്കം തീക്കളിയാണെന്ന മുന്നറിയിപ്പുമായി റഷ്യ രംഗത്തെത്തി. ഇറാനെതിരായ സൈനിക നീക്കം തള്ളാതെ അമേരിക്ക. പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം ശക്തിപ്പെടുത്തി. ഇറാനെ ആക്രമിക്കുന്ന പക്ഷം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിഗോ ഗാർഷ്യ സൈനിക താവളം അമേരിക്ക ഉപയോഗിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഇറാനെതിരെ പുതിയ സൈനിക നീക്കങ്ങൾ നടത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ മുന്നറിയിപ്പ്. ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പരോക്ഷ ചർച്ചകൾ നടന്നതിനു പിന്നാലെയാണ് ലാവ്റോവിന്റെ നിർണായക ഇടപെടൽ. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ മുൻപ് നടന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണത്തിലുള്ള കേന്ദ്രങ്ങളെ ബാധിച്ചെന്നും അതൊരു ആണവ ദുരന്തത്തിന് വഴിവെക്കാമായിരുന്നുവെന്നും ലാവ്റോവ്. അമേരിക്കയും ഇറാനും പല വിഷയത്തിലും കടുത്ത ഭിന്നിപ്പിലാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കാരോലിൻ ലെവിറ്റ് പറഞ്ഞു.
ഫെബ്രുവരി 28-ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഇറാൻ വിഷയത്തിൽ ചർച്ച നടത്തും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബ്രിട്ടീഷ് രാജകുടുംബാംഗവും ചാൾസ് രാജാവിന്റെ സഹോദരനുമായ ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസർ അറസ്റ്റിൽ. ഔദ്യോഗിക പദവിയും ഓഫീസും ദുരുപയോഗം ചെയ്തു എന്ന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന് കൈമാറിയെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് അറസ്റ്റ്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്ന് ചാൾസ് രാജാവ് പ്രതികരിച്ചു. 66-ാം പിറന്നാൾ ദിനത്തിലാണ് സാൻഡ്രിംഗ്ഹാം എസ്റ്റേറ്റിലെ വസതിയിൽ നിന്ന് പോലീസ് ആൻഡ്രൂ വിൻസറിനെ അറസ്റ്റ് ചെയ്തത്. ആൻഡ്രൂവിന്റെ പേര് പരാമർശിക്കാതെയാണ് പോലീസ് അറസ്റ്റ് വിവരം പുറത്തുവിട്ടത്. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെ തുടർന്ന് ആൻഡ്രൂവിനെതിരെ അന്വേഷണം നടന്നുവരികയായിരുന്നു. പിന്നാലെയാണ് പബ്ലിക് ഓഫീസ് ദുരുപയോഗം ചെയ്തതിനുള്ള അറസ്റ്റ്. ട്രേഡ് എൻവോയ് ആയിരുന്ന സമയത്ത് UK സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ 2010-ൽ എപ്സ്റ്റീന് കൈമാറിയെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് അറസ്റ്റ്. എപ്സ്റ്റീൻ ഫയലുകളിൽ പേര് വന്നതിനെ തുടർന്ന് ആൻഡ്രൂ രാജപദവികൾ ഉപേക്ഷിച്ച് കൊട്ടാരത്തിൽ നിന്ന് താമസം മാറിയിരുന്നു. എപ്സ്റ്റീനെതിരെ പരാതി നൽകിയ വെർജീനിയ ജുഫ്രയുടെ നോബഡീസ് ഗേൾ എന്ന പുസ്തകത്തിലും ആൻഡ്രൂവിന്റെ പേര് പരാമർശിക്കപ്പെട്ടിരുന്നു. അടുത്തിടെ US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയൽസിലെ ഏറ്റവും പുതിയ രേഖകളിലും ആൻഡ്രൂവിന്റെ വിവാദ ചിത്രങ്ങളുണ്ടായിരുന്നു. ആരും നിയമത്തിന് അതീതരല്ലെന്നായിരുന്നു അറസ്റ്റിന് പിന്നാലെയുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ പ്രതികരണം. ആരുടെ കൈവശമാണോ വിവരങ്ങളുള്ളത് അത് പങ്കുവയ്ക്കാൻ തയ്യാറാകണമെന്നും കെയർ സ്റ്റാമർ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായ റിയാദ് കിങ് സൽമാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി റെഡ് സീ ഇന്റർനാഷണലുമായി കരാർ. വിമാനത്താവളത്തിലെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, പ്ലംബിംഗ് ജോലികൾക്കാണ് ഇതോടെ തുടക്കമാവുന്നത്. 4 വർഷമാണ് പദ്ധതിയുടെ കാലാവധി. കരാർ പ്രകാരമുള്ള ജോലികൾക്ക് കമ്പനി ഉടൻ തുടക്കം കുറിക്കും. 2026 ആദ്യപാദം മുതൽ ഇതിന്റെ സാമ്പത്തിക നേട്ടം കമ്പനിക്ക് ലഭിച്ചു തുടങ്ങും. നിലവിൽ സൗദിയിലെ പ്രമുഖ MVP കമ്പനികളിലൊന്നാണ് ഈ പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത്. മാലിന്യത്തിനെതിരെ കർശന നടപടികളുമായി പെർത്തിലെ വിക്ടോറിയ പാർക്ക് കൌൺസിൽ. മാലിന്യം നിക്ഷേപിക്കുന്ന കേന്ദ്രങ്ങൾ ഉദ്യോഗസ്ഥർ തുടർച്ചയായി പരിശോധിക്കും. ചിനു ജെറാർഡ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിക്ടോറിയ പാർക്ക് കൌൺസിൽ മാലിന്യ സംസ്കരണത്തിൽ പുതിയ നടപടിയുമായി രംഗത്ത്. മാലിന്യം ശരിയായ രീതിയിൽ തരംതിരിക്കുന്ന നിവാസികൾക്ക് $50 ഓസ്ട്രേലിയൻ സമ്മാനമായി നൽകുന്ന ബിൻ ടാഗിംഗ് പ്രോഗ്രാം എന്ന കർമ്മ പദ്ധതിക്ക് കൌൺസിൽ തുടക്കമിട്ടു. പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ മഞ്ഞ നിറമുള്ള അടപ്പുള്ള ബിന്നുകളിലും ജൈവ മാലിന്യങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും പച്ചനിറമുള്ള ബിന്നുകളിലും നിക്ഷേപിക്കുന്നത് ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൌൺസിൽ ഉദ്യോഗസ്ഥർ വീടുകളിലെ മാലിന്യ ബിന്നുകൾ ക്രമരഹിതമായി പരിശോധിക്കുകയും ശരിയായ മാനദണ്ഡങ്ങൾ പാലിച്ച് മാലിന്യം വേർതിരിക്കുന്നവരെ അഭിനന്ദിക്കുകയും സമ്മാനത്തിന് പരിഗണിക്കുകയും ചെയ്യും. എന്നാൽ മാലിന്യം തെറ്റായ രീതിയിൽ നിക്ഷേപിക്കുന്നവർക്ക് ഊപ്സ് ടാഗ് എന്ന പേരിൽ ഒരു മുന്നറിയിപ്പ് കാർഡ് നൽകും. ഇത് ശരിയായ രീതിയെക്കുറിച്ച് അവബോധം നൽകും. തുടർച്ചയായി നിയമലംഘനം നടത്തുന്നവർക്ക് പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്നും കൌൺസിൽ അറിയിച്ചു. മാലിന്യ കൂമ്പാരത്തിലേക്ക് എത്തുന്നത് കുറയ്ക്കാനും പുനരുപയോഗത്തിന്റെ തോത് വർദ്ധിപ്പിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ കൌൺസിൽ ലക്ഷ്യമിടുന്നത്. മെൽബണിലെ ബാനിയോൾ സിറ്റി കൌൺസിൽ ഇതേ മാതൃകയിൽ ഒരു പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അവിടെ മാലിന്യത്തിലെ അനാവശ്യ വസ്തുക്കളുടെ തോത് കുറയ്ക്കുന്നതിൽ ഈ പദ്ധതി വലിയ വിജയം കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിരമായ നഗരജീവിതം ഉറപ്പാക്കുന്നതിനും ഇത്തരം നൂതനമായ സമീപനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. വിക്ടോറിയ പാർക്ക് കൌൺസിലിന്റെ ഈ മുൻകൈ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ചിന്നു ജെറാർഡ്. റമദാൻ മാസത്തിൽ മദീനയിലെ മസ്ജിദുൻ നബവിയിൽ റൗദ ഷരീഫ് സന്ദർശിക്കുന്നതിനുള്ള സമയക്രമത്തിൽ മാറ്റം. നോമ്പും റമദാനിലെ നമസ്കാരങ്ങളും പരിഗണിച്ച് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേക സമയങ്ങളിലായി സന്ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകർ നുസുക്ക് ആപ്പ് വഴി മുൻകൂട്ടി പെർമിറ്റ് എടുക്കണമെന്ന് ഹറമൈൻ മന്ത്രാലയം അറിയിച്ചു. റമദാനിലെ തിരക്ക് പരിഗണിച്ച് സന്ദർശകർക്ക് സുഗമമായ സൗകര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്രമീകരണം. റമദാനിലെ ആദ്യ 20 ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് 2 ഷിഫ്റ്റുകളിലായാണ് മദീനയിലെ റൗദ ഷരീഫിൽ സന്ദർശന സമയം അനുവദിച്ചിട്ടുള്ളത്. രാവിലെ 11:20 മുതൽ രാത്രി 8 മണിവരെയും പിന്നീട് പുലർച്ചെ 2 മണി മുതൽ 5 മണിവരെയുമാണ് പുരുഷന്മാർക്കുള്ള സമയം. ഇതേ കാലയളവിൽ സ്ത്രീകൾക്ക് രാത്രി 11 മണി മുതൽ പുലർച്ചെ 1:40 വരെയും പിന്നീട് രാവിലെ 6 മണി മുതൽ 11 മണിവരെയും സന്ദർശനം നടത്താം. റമദാനിലെ അവസാന 10 ദിനങ്ങളിൽ സമയക്രമത്തിൽ മാറ്റമുണ്ട്. ഈ ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് 3 സമയങ്ങളിലായി പ്രവേശനം ലഭിക്കും. രാവിലെ 11:20 മുതൽ രാത്രി 8 മണിവരെയും രാത്രി 11 മുതൽ 12 മണിവരെയും പുലർച്ചെ 2 മുതൽ 5 വരെയും പുരുഷന്മാർക്ക് റൗദ സന്ദർശിക്കാം.
എന്നാൽ റമദാൻ അവസാന പത്തിൽ സ്ത്രീകൾക്ക് രാവിലെ 6 മണി മുതൽ 11 മണി വരെ മാത്രമായിരിക്കും സന്ദർശന സമയം. നുസുക്ക് ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ എന്ന് അധികൃതർ വ്യക്തമാക്കി. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഹറം കാര്യാലയം സന്ദർശകരോട് ആവശ്യപ്പെട്ടു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വീടിനും മിമ്പറിനുമിടയിലുള്ള അതീവ പവിത്രമായ സ്ഥലമാണ് റൗള ഷരീഫ്. ഈ സ്ഥലം സ്വർഗത്തോപ്പുകളിൽ ഒന്നാണ് എന്ന പ്രവാചക വചനം റൗളയെ വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കുന്നു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. വിദേശ തീർത്ഥാടകരുടെ വരവിനും മടക്കത്തിനുമുള്ള സമയപരിധി ഓർമ്മിപ്പിച്ച് ജിദ്ദ വിമാനത്താവള അധികൃതർ. ഏപ്രിൽ 3-നകം മുഴുവൻ ഉംറ തീർത്ഥാടകരും സൌദിയിലെത്തണം. ഉംറ വിസയിലുള്ളവർ ഏപ്രിൽ 18-നകം രാജ്യം വരണമെന്നും അറിയിപ്പിൽ പറയുന്നു. റമദാൻ സീസണിലെ തിരക്ക് പ്രമാണിച്ച് വിപുലമായ സജ്ജീകരണങ്ങളാണ് ജിദ്ദ വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 463 കൌണ്ടറുകൾ പാസ്പോർട്ട് നടപടികൾക്കും 407 ലഗേജ് കൈമാറ്റത്തിനുമായി നീക്കിവെച്ചു. തീർത്ഥാടകരുടെ യാത്ര സുഗമമാക്കാൻ 27 സർക്കാർ ഏജൻസികളുടെ ഏകോപിത നീക്കമാണ് ജിദ്ദ വിമാനത്താവളത്തിൽ നടക്കുന്നത്. മക്കയിലെ ചരിത്രപ്രസിദ്ധമായ മസ്ജിദുൽ ഫതഹ് പുതുക്കിപ്പണിയുന്നു. പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പദ്ധതിയുടെ ഭാഗമായി 553 ചതുരശ്ര മീറ്ററിലേക്ക് പള്ളി വികസിപ്പിക്കും. മക്ക വിജയവർഷത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി നമസ്കരിച്ച ഈ പുണ്യസ്ഥലം പൌരാണിക ശൈലി നിലനിർത്തിക്കൊണ്ടാകും പുതുക്കിപ്പണിയുക. കല്ലും മരവും ഉപയോഗിച്ച് ഹിജാസി വാസ്തുവിദ്യയിലായിരിക്കും നിർമ്മാണം. സൗദി അറേബ്യയുടെ ചരിത്രവും സംസ്കാരവും വരും തലമുറയ്ക്കായി സംരക്ഷിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ പദ്ധതിയിൽ 130 പള്ളികളാണ് ആകെ വികസിപ്പിക്കുന്നത്. നിലമ്പൂർ മണ്ഡലം KMCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഏകദിന സ്റ്റേക്കേഷൻ വിന്റർ ക്യാമ്പ് റാസൽ ഖൈമയിലെ ലാൻഡ്മാർക്ക് ഫാം ഹൌസിൽ നടന്നു. വേൾഡ് KMCC ജനറൽ സെക്രട്ടറിയും UAE KMCC പ്രസിഡന്റുമായ ഡോക്ടർ പുത്തുർ റഹ്മാൻ തജ്ദീദ് എന്ന പേരിൽ നടന്ന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അധ്യക്ഷനായി. നിലമ്പൂർ മണ്ഡലത്തിലെ 8 ടീമുകൾ പങ്കെടുത്ത ഫുട്ബോൾ മത്സരത്തിൽ അമരമ്പലം പഞ്ചായത്ത് ചാമ്പ്യന്മാരായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് പൂർവ്വ വിദ്യാർത്ഥികൾ അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നു. മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ തങ്കവേലുവിന്റെ പേരിലാണ് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനു കൂടി സഹായകമാകുന്ന വിധമാണ് അമ്യൂണിറ്റി സെന്റർ പ്രവർത്തിക്കുക എന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. 5 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് ഡോക്ടർ തങ്കവേലു അമ്യൂണിറ്റി മെഡിക്കൽ എഡ്യൂക്കേഷൻ സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ മെഡിക്കൽ ഹിസ്റ്ററി മ്യൂസിയം, ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഇൻക്യുബേഷൻ സെന്റർ തുടങ്ങിയ സംവിധാനങ്ങൾ കേന്ദ്രത്തിലുണ്ടാകും. ആദ്യമായാണ് കേരളത്തിലെ ഒരു മെഡിക്കൽ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് അമ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നതെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെയും UAE ഡോക്ടർമാരുടെ സംഘടനയായ AKMGയുടെയും ഭാരവാഹികൾ പറഞ്ഞു. അമ്യൂണിറ്റി സെൻറ്റർ പ്രധാനമായിട്ടും നമുക്ക് വിദ്യാർത്ഥികളുടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും മെഡിക്കൽ ടീച്ചേഴ്സിൻ്റെയും ഒരു സ്കില്ല് ഡെവലപ്മെൻറ്റിന് വേണ്ട സഹായമാണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. അത് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു മെഡിക്കൽ ഹിസ്റ്ററി മ്യൂസിയം, അതായത് നമുക്ക് ഇപ്പം നടക്കുന്ന മെഡിക്കൽ റിസർച്ചുകളെ പറ്റി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെ പറ്റിയുള്ള ഒരു അവയർനെസ് സയൻറ്റിഫിക്കായിട്ട് പലപ്പോഴും വളരെ തെറ്റായ മെഡിക്കൽ ശാസ്ത്രീയ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യത്തക്കവണ്ണം മെഡിക്കൽ കോളേജിലെ തന്നെ പ്രൊഫസർമാരും അതേപോലെ വളരെ ഇൻ്റർനാഷണലി എമിനൻ്റ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ ഒപ്പീനിയൻസൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യ വികസനത്തിനായിട്ട് അവർക്കുള്ള ഒരു ഹെൽത്ത് ക്ലബ്ബും റിക്രിയേഷൻ ഏരിയ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. വിദേശ കമ്പനികൾ കേരളത്തിലെ ആശുപത്രികൾ ഏറ്റെടുക്കുന്നത് ആശങ്കാജനകമാണെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ജോൺ പണിക്കർ പറഞ്ഞു. ഇൻഷുറൻസ് കമ്പനികൾ ചികിത്സ തീരുമാനിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിർമ്മാണത്തിന് തുക കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ആദ്യമെത്തുന്ന 300 പേരിൽ നിന്ന് 1 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ സമാഹരിച്ച് കേന്ദ്രത്തിൽ അംഗത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറയുന്നു. ഡോക്ടർ MA മുഹമ്മദ്, ഡോക്ടർ സിറാജുദ്ദീൻ P മൊയ്തീൻ, ഡോക്ടർ കൃഷ്ണപ്രസാദ്, ഡോക്ടർ ഫിറോസ് ഗഫൂർ, ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 24 ദുബായ്. കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കണ്ണൂർ ധർമ്മശാലയിൽ വേടന്റെ പരിപാടിക്കിടെ ഹൈമാസ് ലൈറ്റിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം. കണ്ണൂരിൽ നിന്ന് അജീഷ് ശിവകുമാർ വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. അജീഷ്, ഇതെന്താണ് സംഭവം? കണ്ണൂർ ധർമ്മശാലയിൽ റാപ്പർ വേടന്റെ പരിപാടിക്കിടെയാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. വേടന്റെ പരിപാടിക്കിടെ ഹൈമാസ് ലൈറ്റിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജീഷ് ശിവകുമാർ വിവരങ്ങൾ നൽകും. അജീഷ്, പറയൂ, ഇതെന്താണ് സംഭവിച്ചത്?
അവിടുത്തെ ഇന്ന് വൈകിട്ടാണ് ഈ ധർമ്മശാലയിൽ, കണ്ണൂർ ധർമ്മശാലയിൽ ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് വേടന്റെ ഒരു കലാപരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഈ കലാപരിപാടി നടക്കുന്നതിനിടയിലാണ് ഒരു യുവാവ് അവിടെ നടുക്ക് സ്ഥാപിച്ചിരുന്ന ഒരു ഹൈമാസ്റ്റ് ലൈറ്റിന് മുകളിലേക്ക് വലിഞ്ഞു കയറി അഭ്യാസ പ്രകടനം നടത്തിയത്. ഈ കലാപരിപാടിക്ക് നയിക്കുന്ന വേടൻ തന്നെ ഇത് താഴെ ഇറങ്ങണമെന്ന് യുവാവിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കേൾക്കുന്നില്ല. മദ്യലഹരിയിലാണെന്ന് തോന്നുന്നു ഈ യുവാവിന്റെ അഭ്യാസ പ്രകടനം. ഏറെ നേരം ഈ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഏറ്റവും മുകളിൽ ഭാഗത്ത് വരെ കയറി ചെന്നും ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. കൈവിട്ടുമൊക്കെ വലിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. എന്തായാലും ഏറെ നേരങ്ങൾക്ക് ശേഷമാണ് ഈ ആളുകൾ പിന്നീട് പലതവണ ആവശ്യപ്പെട്ടതിന് ശേഷം ഇയാളെ താഴെ ഇറക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അപകടകരമായിട്ടുള്ള ഒരു അഭ്യാസം തന്നെയായിരുന്നു ധർമ്മശാലയിൽ ഇയാൾ കാണിച്ചു കൂട്ടിയത്. അയാളുടെ പേര് മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെയ്ക്കും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. വൈകിട്ടായിരുന്നു ഈ പരിപാടി നിശ്ചയിച്ചിരുന്നത്. 7 മണിക്ക് ശേഷമാണ് ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ധർമ്മശാലയിൽ ഈ പരിപാടി, വേടന്റെ കലാപരിപാടി തീരുമാനിച്ചിരുന്നത്. രാജേഷ്, ഇയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഇത് ആരായിരുന്നു ഇയാൾ? ഈ പറഞ്ഞതുപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ആ കാര്യങ്ങളൊന്നും ഇതുവരെയ്ക്കും ലഭ്യമായിട്ടില്ല. ആരാണ് ഇയാളുടെ പേര്, സ്ഥലം, മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെയ്ക്കും ലഭ്യമായിട്ടില്ല. ഇത്തരത്തിലൊരു ദൃശ്യം പുറത്തു വരികയായിരുന്നു. മദ്യലഹരിയിലായിരുന്നു എന്നാണ് കണ്ടു നിന്നവർ പറഞ്ഞത്. ഇയാളെ പിന്നീട് താഴെ ഇറക്കി എന്നും പറയുന്നുണ്ട്. ഏറെ നേരം, ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം നേരം ഇയാൾ ഈ ഹൈമാസ്റ്റ് ലൈറ്റിന് മുകളിൽ കയറി ഈ അഭ്യാസം കാണിക്കുന്നുണ്ടായിരുന്നു. കൈവിട്ടും ഒക്കെ തന്നെ അഭ്യാസം കാണിക്കുന്നുണ്ടായിരുന്നു. പലതരത്തിലുള്ള അഭ്യാസം. വേടൻ, ഈ കലാപ്രകടനം നയിക്കുന്ന വേടൻ തന്നെ പലതവണ ഈ മൈക്കിലൂടെ തന്നെ ഇയാളെ താഴെ ഇറക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇയാൾ അതിന് കൂട്ടാക്കിയില്ല. എന്നിട്ട് പല പോലീസും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരടക്കം ഉള്ള വൻ സന്നാഹം തന്നെ ഈ പ്രദേശത്ത് മുഴുവൻ സമയമുണ്ട് രാത്രികാലത്ത്. സ്വാഭാവികമായിട്ട് വേടന്റെ പരിപാടി ആയതുകൊണ്ട് വൻ ആൾക്കൂട്ടം തന്നെ ധർമ്മശാലയിൽ നിന്ന് ആ ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. അതുകൊണ്ട് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെ അടക്കം വലിയ സുരക്ഷാ സന്നാഹം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ്, ഏറെ നേരങ്ങൾക്ക് ശേഷമാണ് ഇയാളെ താഴെ ഇറക്കാൻ സാധിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ലഹരിയിലായിരുന്നു ഇയാൾ എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്നൊരു വിവരം. ഇയാളുടെ പേരും മറ്റു വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കുവൈത്തിൽ ലുലു ഗ്രൂപ്പ് പ്രീമിയം കോൺസെപ്റ്റ് സ്റ്റോറായ ലുലു ഗോർമെറ്റ് ഉദ്ഘാടനം ചെയ്തു. GCC മേഖലയിലെ ആദ്യ ലുലു ഗോർമെറ്റ് സ്റ്റോറും കുവൈത്തിലെ 18ാമത് ലുലു ഔട്ട്ലെറ്റുമാണ് ഹെസ അൽ മുബാറക് ഡിസ്ട്രിക്റ്റിൽ ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ URC അധികൃതരും ലുലു കുവൈറ്റ് ഡയറക്ടർ ശ്രീജിത്ത്, റീജിയണൽ ഡയറക്ടർ സക്കീർ ഹുസൈൻ തുടങ്ങിയവരും പങ്കെടുത്തു. 11,600 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഒരുക്കിയ സ്റ്റോറിൽ പ്രീമിയം ഓർഗാനിക് അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. ലുലു ഗോർമെറ്റ് വഴി ലൈഫ് സ്റ്റൈൽ ഷോപ്പിംഗിന് ഉപഭോക്താക്കൾക്ക് പുതിയ അനുഭവം ലഭിക്കുമെന്നും ലുലു മാനേജ്മെന്റ് അറിയിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.